ഇനി ശനിയാഴ്ചയാണ്, അത് കാരണം പിള്ളേർക്കൊന്നും എളുപ്പം പോകണ്ട, കിടന്നുറങ്ങണത് കാരണം ഇന്ന് സാധാ ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റല്ല, ഇന്ന് നമ്മൾ പൂരി, കിഴങ്ങ് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇടാൻ പോയത് പച്ചമുളക്, സവാള അരിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ് 1.5 ടീസ്പൂൺ, പിന്നെ ഇത് പെരിഞ്ജീരകമാണ്. ഇതിൻ്റെ അകത്ത് ഞാനൊരു കറുവപ്പട്ട ഇട്ടിട്ടുണ്ട്. പെരിഞ്ജീരകമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഞാൻ കൂടുതൽ ഗരം മസാലയൊന്നും ഇടാനില്ല. പെരിഞ്ജീരകം ഒരു ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പൊടിച്ചിടും. അപ്പോൾ കിഴങ്ങ് നമ്മൾ ഇത് വേവിക്കാൻ വെച്ച് ഒരു 2 വിഷിലാവുമ്പോഴത്തേക്ക് നമ്മൾ 2 ചൂളം വരുമ്പോൾ അപ്പോൾ നമുക്ക് കിഴങ്ങ് വേവിച്ച് അങ്ങനെ വെച്ച് അതിൻ്റെ ആവി പോട്ടെ. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. പൂരി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പിള്ളേർ എണീറ്റ കാരണം ഭയങ്കര ബഹളമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. പൂരി എണ്ണ ഇച്ചിരി കൂടെ ചൂടാകാനുണ്ടായിരുന്നു, അത് കാരണമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചായ തിളപ്പിക്കാനായിട്ട്, കട്ടൻ ചായ തിളപ്പിക്കാനായിട്ട് കെറ്റിൽ വെച്ച്. അപ്പോൾ ചോറിനുള്ളത് മാത്രം എല്ലാ ദിവസവും കാണിക്കുന്നു, വേറെ എന്നാങ്കിലൊക്കെ കൂടെ കാണിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഇനി മോളിയമ്മ ഡെയിലി എന്ത് കുക്ക് ചെയ്താലും ഞാൻ ഇടും കേട്ടോ, അതൊക്കെ കാണണം ആൾക്കാർ. അപ്പം നമ്മൾ കിഴങ്ങ് കറി, പൂരിയുടെ കറി ഒരു പ്രത്യേക രീതിയിലാണ് മോളിയമ്മ ഉണ്ടാക്കാൻ പോണത്, അത് കാണണം. അപ്പം നമ്മുടെ പൂരി പൊങ്ങി വരുന്ന കണ്ട. അപ്പോൾ നമ്മുടെ കിഴങ്ങ് റെഡിയായി വെന്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമ്മളിതേ പൊടിച്ച് വെച്ച പെരുംജീരകവും 1 ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് വറുത്ത് ഇടാൻ പോവുകയാണ്. കൂടുതൽ ഈസി പരിപാടി. കടുക്, ഇത് 2 അല്ലി വെളുത്തുള്ളി. പൊട്ടറ്റോ നമ്മൾ കിഴങ്ങ് കറി ഉണ്ടാക്കുമ്പോൾ മസ്റ്റ് നമ്മളത് ഇടണം, അപ്പോൾ ഗ്യാസിന് നല്ലതാണ്. പിന്നെ ഞാൻ ജീരകം ഇടാറുണ്ട്, നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇടുക. ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും, അതും നമുക്ക് ഗ്യാസിന് നല്ലതായ കാരണമാണ്. കടുക് വറുക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നേരം ഞാൻ അപ്പോൾ പിള്ളേർക്ക് സോളം കുഞ്ഞിന് വിശക്കണം എന്നാണ് പറയണത്. ഇപ്പം നമ്മൾ ഉടനെ തന്നെ കാപ്പി കൊടുക്കുന്നത് കാണിക്കും ഇവർക്ക്. നമ്മുടെ കിഴങ്ങ് കറി റെഡിയായി. നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണിത്. പൂരി എത്ര വേണം കുഞ്ഞിന്? 2 അമ്മക്ക് 2. സോളം കുഞ്ഞ് വീഡിയോ എടുക്കണ കാരണമാണ് അല്ലേ? ഓ ചൂടാണ് കേട്ടോ പൊന്നെ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം. നല്ലതാണ്, നല്ലത് അടിപൊളി. നല്ലത് അടിപൊളിയാണെന്നാ പറയണത്. അപ്പോൾ മോളിയമ്മയും കൂടെ കഴിക്കാം. അപ്പോൾ മോളിയമ്മയുടെ
കുക്കിംഗ് എങ്ങനെയാണെന്ന് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പലഹാരമാണ്, എന്നാലും ഞാനിവിടെ ഉണ്ടാക്കി നിങ്ങളൊന്ന് കാണിക്കണമെന്ന് മാത്രം. നല്ല ഒരുമാതിരി തണുപ്പില്ലായ്മയൊക്കെ ഉള്ള കാരണം പുറത്തിരുന്ന് മോളിയമ്മ കഴിക്കുന്നത്. നല്ല സൂപ്പറാണ്. ദാവൂദ് കൂട്ടന് പൂരി വേണം. ദാവൂദിന് ആദ്യമേ വേണ്ടെന്നാണ് പറഞ്ഞത്, ഇപ്പം ദാവൂദിന് വേണോ അല്ലേ? വിശക്കണുണ്ടല്ലേ? അപ്പം മോളിയമ്മയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മോളിയമ്മ ഇനി വെറൈറ്റി വീഡിയോയിൽ കുക്കിംഗ് കുറച്ചൊക്കെ ഇടാൻ മോളിയമ്മ കേട്ടോ.